എയർ ഇന്ത്യക്കാർ ഞങ്ങളോട് കാണിച്ച ഭയങ്കര ക്രൂരതായിപ്പോയി. എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മോളെങ്കിലും ഒരു ടിക്കറ്റ് പറഞ്ഞ് ആ സമയങ്ങളൊക്കെ വേറെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അവർ മനസ്സ് വിചാരിച്ച ഈ കുഞ്ഞിനെങ്കിലും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് അവർക്ക് ഭർത്താവും മക്കൾക്ക് അച്ഛനില്ലാണ്ട് ഗതി വരത്തില്ലായിരുന്നു. എത്രയോ പേര് കഷ്ടപ്പെട്ട് വിസ തീരുന്ന ആൾക്കാർ, ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ആൾക്കാർ, എന്തെങ്കിലും സമരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒത്തുതീർപ്പാക്കണ്ടേ? അവരൊത്തുതീർപ്പാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ നടത്തണ്ടേ? ജനങ്ങളും കഷ്ടപ്പെട്ട് എൻ്റെ സഹോദരിയുടെ മോളെ ഭർത്താവും മരിച്ച് മാത്രമല്ല, ആ സമയത്ത് ആരുമില്ല കൂടെ, അനാഥപ്രദം പോലെ ആയിപ്പോയി. എയർപോർട്ടിൽ പോയപ്പം ഇങ്ങനെ ഫ്ലൈറ്റ് ഇല്ലെന്ന് അറിഞ്ഞ് ഞങ്ങൾ 11 മണി വരെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എല്ലാവരും പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും എല്ലാവരും അങ്ങ് പോയി. ഞങ്ങളൊരു 2-3 ഫാമിലി മാത്രമേ അവിടെ നിന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറയണം, മറ്റുള്ളവർക്ക് എന്തോ ആയിട്ട് പോട്ടെ, ഞങ്ങൾ ഹോസ്പിറ്റൽ കാര്യമാണ്, ഒരാൾ സീരിയസ് ആയിട്ട് കിടക്കുന്നത്, എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഫ്ലൈറ്റ് ഞങ്ങൾ കയറ്റി വിടുന്ന പറഞ്ഞാൽ കാലി പിടിക്കുന്നൊരു മാനേജറെടുത്തും അവിടെയുള്ള എല്ലാ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലായിടത്തും ഞങ്ങൾ മാത്രമല്ല വന്ന മീഡിയക്കാർ മൊത്തം പ്രശ്നം ഉണ്ടാക്കി, അവരെങ്കിലും എങ്ങനെയെങ്കിലും കയറ്റി വിടണമെന്നുള്ള രീതിയിൽ. ഹോസ്പിറ്റലിലെ ആവശ്യമാണ്, ICUയിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ്, ഞങ്ങൾക്ക് നോക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഇല്ല, നിങ്ങൾക്ക് പേയ്മെൻറ്റ് വേണമെങ്കിൽ ഞങ്ങൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങൾക്ക് ടിക്കറ്റ്, തിങ്കളാഴ്ച സുഖമില്ലാണ്ട് അറിഞ്ഞു, അന്നേരം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. തിങ്കളാഴ്ച ഞങ്ങൾക്ക് കിട്ടിയില്ല. ചൊവ്വാഴ്ച രാവിലത്തേക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടി. രാവിലെ 5 മണിക്ക് എയർപോർട്ടിൽ പോയപ്പോഴേ കാണുന്ന സംഭവം ബോഡി കാണിക്കുന്ന ഫ്ലൈറ്റ് ഇല്ല എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ സ്തംഭിച്ചു പോയി. എന്ന് വെച്ചാൽ വേറൊന്നും നമ്മൾ എടുക്കുന്നില്ല. അന്ന് തിങ്കളാഴ്ച വയ്യാണ്ടായി അറിഞ്ഞു, 5+ കഴിഞ്ഞു. നമ്മൾ അന്ന് എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ച് എയർപോർട്ടിൽ പോയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. എയർപോർട്ടിൽ പോയപ്പം ഇങ്ങനെ ഫ്ലൈറ്റ് ഇല്ലെന്ന് അറിഞ്ഞ് ഞങ്ങൾ 11 മണി വരെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എല്ലാവരും പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും എല്ലാവരും അങ്ങ് പോയി. ഞങ്ങളൊരു 2-3 ഫാമിലി മാത്രമേ അവിടെ നിന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറയണം, മറ്റുള്ളവർക്ക് എന്തോ ആയിട്ട് പോട്ടെ, ഞങ്ങൾ ഹോസ്പിറ്റൽ കാര്യമാണ്, ഒരാൾ സീരിയസ് ആയിട്ട് കിടക്കുന്നത്, എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഫ്ലൈറ്റ് ഞങ്ങൾ കയറ്റി വിടുന്ന പറഞ്ഞാൽ കാലി പിടിക്കുന്നൊരു മാനേജറെടുത്തും അവിടെയുള്ള എല്ലാ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലായിടത്തും ഞങ്ങൾ മാത്രമല്ല വന്ന മീഡിയക്കാർ മൊത്തം പ്രശ്നം ഉണ്ടാക്കി, അവരെങ്കിലും എങ്ങനെയെങ്കിലും കയറ്റി വിടണമെന്നുള്ള രീതിയിൽ. അത്രയും പ്രഷറിൻ്റെ പേരിൽ അവർ തൊട്ടടുത്ത ദിവസം നമുക്ക് ടിക്കറ്റ് തന്നു, നിങ്ങൾക്ക് അടുത്ത ദിവസം 2 ടിക്കറ്റ് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ രാവിലെ ഇതുപോലെ 8:45 നിങ്ങൾക്ക് ഫ്ലൈറ്റ് പോകാമെന്ന്. 8:45 പിറ്റേ ദിവസം ഞങ്ങൾ 5 മണിക്ക് എയർപോർട്ടിൽ പോയ സമയത്ത് അപ്പോഴും എഴുതി കാണിക്കണം ഫ്ലൈറ്റ് ഇല്ല എന്നുള്ള കാര്യം. ആകെ ഞങ്ങൾ സ്തംഭിച്ചു. അപ്പം ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്ന ഈ തൊട്ടടുത്ത ദിവസം എടുത്തുകൊണ്ട് തന്ന ആ പയ്യൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ്, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ എയർ ഇന്ത്യ മാനേജറെ വിളിച്ചുകൊണ്ട് വരാമെന്ന് വിളിച്ചിട്ട് വന്നിട്ട് ഒരു നിസ്സാരം പോലെ ഫ്ലൈറ്റ് ഞങ്ങൾ അറിഞ്ഞില്ല, ടിക്കറ്റ് ഇല്ല, നിങ്ങൾക്ക് ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് തരട്ടെ പറഞ്ഞു. ഞങ്ങൾ ഇന്ന ആവശ്യമൊന്നും തലേ ദിവസം മൊത്തം പറഞ്ഞ് വന്നപ്പോഴും ഞങ്ങൾ ഇതുപോലെ ഹോസ്പിറ്റലിലെ ആവശ്യമാണ്, ICUയിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ്, ഞങ്ങൾക്ക് നോക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഇല്ല, നിങ്ങൾക്ക് പേയ്മെൻറ്റ് വേണമെങ്കിൽ ഞങ്ങൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ആ പുള്ളിയുടെ ഫോണിൽ നിന്ന് എന്തോ മെസ്സേജ് ചെയ്ത് ക്യാൻസലാക്കി ഉടനെ തന്നെ ഞങ്ങൾ വാട്സപ്പിൽ ഇട്ട് തന്നിട്ട് പറഞ്ഞു, ഇത് ഉടനെ നിങ്ങൾക്ക് കാശ് വരും. ഈ നിമിഷം വരെ ആ കാശ് തിരിച്ച് അക്കൗണ്ടിൽ വന്നിട്ടില്ല, ഇന്ന് ഒരാഴ്ച വന്നിട്ടില്ല. തിരിച്ച് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഫ്ലൈറ്റ് എല്ലാം ഫുൾ, ഒരു ഫ്ലൈറ്റും ഇല്ല, പോകാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. ശരി, ഇപ്പോൾ ഞങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞ് പുള്ളിയെടുത്ത് നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് സമാധാനപ്പെടും, ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടാഞ്ഞിട്ടാണ് നമ്മൾ വരാത്തത്, എന്തായാലും സമാധാനപ്പെടുന്നത്. ഡിസ്ചാർജ് ചെയ്യുന്ന 3 ദിവസമായി. 3 ദിവസം കഴിഞ്ഞ് പുള്ളി ഹോസ്പിറ്റൽ 4ൻ്റെ അന്ന് ഡിസ്ചാർജ് ആയി പോയ സമയത്ത് ഒറ്റപ്പെട്ടും നമ്മൾ കൂടെ ഇല്ലാത്തൊരു വിഷമവും നമ്മളടുത്ത് ഇങ്ങോട്ട് പറയുന്നില്ല. സംസാരത്തിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒരു വൈകായികയും. എന്നിട്ട് പറഞ്ഞ് ഇന്നലെ രാത്രി 10 മണി പറഞ്ഞില്ലേ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ മോളെ കല്യാണം വരെ ഞാൻ ജീവിച്ചിരിക്കും, നീ പഠിക്കും, മോൾക്ക് എക്സാം, നീ പഠിക്കും, നീ വേറെ ഒന്നും ചിന്തിക്കേണ്ട, വേറെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അവൾക്ക് ഇന്നലെ എക്സാം ഉണ്ടായിരുന്നു. എക്സാമിന് പറഞ്ഞ് 10 മണി വരെ സംസാരിച്ചിട്ട് ഇവിടെ പറഞ്ഞ്, എന്തായാലും നീ പോയി റെസ്റ്റ് എടുക്ക്, നീ സംസാരിക്കേണ്ട, വയ്യാണ്ട് കിടന്നതിൽ അധികം സംസാരിക്കേണ്ട, പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഇപ്പോൾ ആ 10 മണി വരെയുള്ളൊരു സംസാരം മാത്രമേ ഉള്ളൂ, അതിനുശേഷം സംസാരിച്ചിട്ടില്ല. പിറ്റേ ദിവസം ഇന്നലെ വൈകിട്ട് അറിയുന്ന ഇങ്ങനത്തെ പ്രശ്നമൊക്കെയാണെന്നുള്ള കാര്യം. ഈ പൈസ തിരിച്ചു തന്ന വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല? പൈസ തിരിച്ചു തരുന്നല്ല, അടുപ്പിച്ച് 3 ദിവസം ഫ്ലൈറ്റ് ഇല്ല. അങ്ങനെയെങ്കിൽ ഞങ്ങൾ കയറി പോകുമായിരുന്നു. എല്ലാം ഫുള്ളായിരുന്നു, ഫ്ലൈറ്റ് കിട്ടാൻ വഴിയില്ല, ഫുള്ളായിരുന്നു, പോകാൻ പറ്റിയില്ല. പക്ഷേ എയർ ഇന്ത്യക്കാർ ഞങ്ങളോട് കാണിച്ച ഭയങ്കര ക്രൂരതായിപ്പോയി.
എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മോളെങ്കിലും ഒരു ടിക്കറ്റ് പറഞ്ഞ് ആ സമയങ്ങളൊക്കെ വേറെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അവർ മനസ്സ് വിചാരിച്ച ഈ കുഞ്ഞിനെങ്കിലും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് അവർക്ക് ഭർത്താവും മക്കൾക്ക് അച്ഛനില്ലാണ്ട് ഗതി വരത്തില്ലായിരുന്നു. നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണോ? തീർച്ചയായിട്ടും നമ്മൾ എയർ ഇന്ത്യയുടെ പേര് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു വെച്ചാൽ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് വന്നില്ല. അന്ന് അത്രയും പ്രഷർ ചേർത്തി അത്രയും പ്രശ്നം ഉണ്ടാക്കി എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്തു. ഹോസ്പിറ്റലിൽ കാര്യമില്ല, ആ കുഞ്ഞിനെങ്കിലും പറഞ്ഞു. അവിടെ നിന്ന് പരിസരത്ത് നിന്ന് എല്ലാ ആൾക്കാരും ICUയിൽ കിടക്കുന്ന ഒരാളെ കാണാൻ വേണ്ടിയാണ് ഈ കിടന്ന് ബഹളം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കൊച്ചിനെങ്കിലും പറഞ്ഞു വിടുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പക്ഷേ അവർ നമുക്ക് നീതി കാണിച്ചില്ല. ഹലോ ചേട്ടൻ, എയർപോർട്ടിൽ പോയപ്പോൾ എന്താ സംഭവം? ചേട്ടനാണ് ഈ 2 ദിവസം കൊണ്ടുപോയത്. ഞങ്ങൾ പോകുന്ന നേരത്ത് 4ാമത്തെ ഫ്ലൈറ്റാണ് ക്യാൻസലാവുന്നത്. തലേ ദിവസം രാത്രി 10:30 മണിയുള്ള ഫ്ലൈറ്റ് തൊട്ട് രാവിലെ 8:30 ഫ്ലൈറ്റ് വരെ ക്യാൻസലാണ്. ഞങ്ങളെ ഫ്ലൈറ്റ് 4ാമത്തെ ഫ്ലൈറ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോഴാണ് പറയണത് അവിടെ ഈ ക്ലീനിങ്ങും ലഗേജ് കൊണ്ടുപോകുന്ന ആൾക്കാരും ഫ്ലൈറ്റിന് താഴെയുള്ള എല്ലാ ആൾക്കാരും സ്ട്രൈക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയണത്. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് അവരെ കയ്യിൽ ഏൽപ്പിച്ചപ്പം ചെക്ക് ചെയ്യാൻ കൊടുത്തപ്പം അവർക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഇട്ട് തന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എമർജൻസി ആയിട്ട് പോകേണ്ടതാണ്, നമുക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞായിരുന്നു മെഡിക്കൽ എമർജൻസിയാണ്, പെട്ടെന്ന് എങ്ങനെയും കയറ്റി വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേറെ ഒരു നിവൃത്തിയില്ല. നമ്മൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി അടുത്ത ദിവസത്തേക്ക് വേണ്ടി രാവിലെ 8:30 ഫ്ലൈറ്റിന് ടിക്കറ്റ് തന്നായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ 5 മണിക്ക് എയർപോർട്ടിൽ പോണ്. തലേ ദിവസത്തെ അതേ അവസ്ഥയായിരുന്നു, ഫ്ലൈറ്റ് ക്യാൻസലാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ച് വരികയായിരുന്നു, വേറെ ഒന്നും ചെയ്യാനുള്ള ഓപ്ഷനില്ല. എന്നാണ് സുഖമില്ല, രാജേഷിന് സുഖമില്ല എന്ന് അറിയണത്? അവിടെ നിന്ന് എന്നാ വിളിക്കുന്നത് അവർ? 7-ാം തീയതി രാവിലെയാണ് സുഖമില്ലാതാവണത്. അന്ന് നമുക്ക് ഇവിടുന്ന് മസ്കറ്റിലോട്ട് പോകാൻ പറ്റാതായിപ്പോയി, ടിക്കറ്റില്ല. 8-ാം തീയതി രാവിലെ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് അന്ന് 7-ാം തീയതി ടിക്കറ്റ് എടുത്ത് 8-ാം തീയതി രാവിലെ പോകാനുള്ള ടിക്കറ്റ് 8:30 ടിക്കറ്റാണ് എടുത്തത്. 8:30 പോകാൻ പറ്റിയില്ല. അത് വീണ്ടും ഒരു ദിവസം കൂടെ ചേഞ്ച് ചെയ്ത് മാറ്റി തന്നായിരുന്നു. അന്നും പോകാൻ പറ്റിയില്ല. എന്നിട്ട് മാനേജർ വന്ന് നമ്മൾ സംസാരിച്ചായിരുന്നു, ഒരു 7 ദിവസമെങ്കിലും കഴിഞ്ഞാലേ ഇത് ഒത്തീർപ്പാവുള്ളൂ, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. എമൗണ്ട് റീഫണ്ട് ചോദിച്ചില്ല? ആ എമൗണ്ട് കിട്ടിയെങ്കിൽ വേറെ പ്ലെയിൻ നോക്കായിരുന്നു. 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം ആവുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് മാത്രമല്ല, അവിടെ നിന്ന് എല്ലാവർക്കും. ഈ 38,000 7 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. 7 ദിവസം കഴിഞ്ഞ് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. ഈ രാജ് എത്ര നാളായിട്ട് അവിടെ ജോലി ചെയ്യണം? ദുബായ് മസ്കറ്റിലാണ്. മസ്കറ്റിലൊരു 8-9 കൊല്ലം കൊണ്ട് ജോലി ചെയ്യണം. എന്തായിരുന്നു അവിടെ അസുഖമായിട്ട് ചേർത്തായിരുന്നത്? അല്ലേ, പെട്ടെന്നുള്ള അസുഖമായിരുന്നു. പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് പുള്ളി തന്നെ രാവിലെ 7-ാം തീയതി രാവിലെ കാർ ഓടിച്ച് ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്നാണ് കോൾ ഇങ്ങോട്ട് വന്നായിരുന്നു. ഇതേപോലെ രാശല്ല, അവിടെ കൂടെ പോയ ആൾക്കാരാണ് ആദ്യം വിളിച്ച് പറഞ്ഞ് ഇതേപോലെയാണ് സുഖമില്ലാതായിപ്പോയി, 5 ഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞായിരുന്നു. അവിടെ ICUയിലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത്. വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യണ സ്കൂളിൽ അതിനുള്ള താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തായിരുന്നു. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അവിടെ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എന്താണ് പാർട്ടി ഇന്ന് എത്തിക്കുന്നത്? എന്താ അവർ പറയണത്? സഹോദരിയുടെ ഭർത്താവ് മസ്കറ്റിലുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് ഈ ബോഡി നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ്. രാത്രി 2 മണിക്കുള്ള ഫ്ലൈറ്റിൽ കയറ്റി രാവിലെ വെളുപ്പിൽ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തിരക്കിലും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് നോക്കി നടക്കണം. ഇനി നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണോ എയർ ഇന്ത്യക്ക്? അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. എന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലെ എത്രയോ പേര് കഷ്ടപ്പെട്ട് വിസ തീരുന്ന ആൾക്കാർ, ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ആൾക്കാർ, എന്തെങ്കിലും സമരം ഉണ്ടെങ്കിൽ അവർ ഒത്തുതീർപ്പാക്കണ്ടേ? ഒത്തുതീർപ്പാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ നടത്തണ്ടേ? ജനങ്ങളും കഷ്ടപ്പെട്ട് എൻ്റെ സഹോദരിയുടെ മോളെ ഭർത്താവും മരിച്ച് മാത്രമല്ല, ആ സമയത്ത് ആരുമില്ല കൂടെ, അനാഥപ്രദം പോലെ ആയിപ്പോയി. ടിക്കറ്റിൻ്റെ പൈസ അന്ന് തന്നെ തിരിച്ച് കിട്ടിയെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കാം. അത് പറഞ്ഞത് 1 ആഴ്ച അല്ലെങ്കിൽ 14 ദിവസം ആവുമെന്നാണ് പറഞ്ഞത്. റീഫണ്ട് കിട്ടാൻ വേണ്ടി ലേറ്റാവും, നിങ്ങൾ തന്നെ കയ്യിൽ നിന്ന് കാശ് മുടക്കി പോകണം, അല്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞു. കുട്ടികൾ എത്ര പേരാണ്? 2 കുട്ടികളാണ്. ഒരു കുട്ടിക്ക് 5 വയസ്സ് കഴിഞ്ഞു, ഒരു കുട്ടിക്ക് 3 വയസ്സ് കഴിഞ്ഞു. മൂത്ത കുട്ടിയെന്ന് പെൺകുട്ടിയാണ്, അനിക. രണ്ടാമത് നമ്പി ശൈലേഷ്. വൈഫ് ജോലി ചെയ്യണം. എൻ്റെ മരുമോൾ വന്ന് നേഴ്സിംഗ് പഠിക്കണം, PRS ഹോസ്പിറ്റലിൽ പാലിയോട്. അവിടെ 2ാമത്തെ വർഷം നേഴ്സിംഗ് പഠിക്കണം. ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ മരണം അറിഞ്ഞിട്ട് എയർ ഇന്ത്യ ആരും വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് അറിയാം. എയർ ഇന്ത്യ മാനേജർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സഹോദരി ഇതേപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതേപോലെ സംഭവം ആണെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. റിപ്ലൈ ഒന്നും വന്നിട്ടില്ല.